വേറെ ഒരു വഴിയുമില്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു ട്രാൻസ് വുമനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. റോഡിന് സൈഡിൽ നിൽക്കുന്ന ട്രാൻസ് വുമൻ ഇസ് വിയർഡ് ബട്ട് ആദിൽ അനൂർ ഇസ് സോ ക്യൂട്ട്. യു കാൻറ്റ് സേ ദാറ്റ്. ഐ ലവ് ബീയിങ് എ മാൻ. ഓക്കെ, ഈ ഡ്രസ്സ് സ്ത്രീകൾക്ക്, ഈ ഡ്രസ്സ് പുരുഷന്മാർക്ക്, മേക്കപ്പ് ഇസ് ഫോർ വുമൻ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മേക്കപ്പ് ആവാം പക്ഷേ ഇത്രയും മേക്കപ്പ് ആവാനേ പാടുള്ളൂ. ഓൾ ദ സ്റ്റാർസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യുന്ന ഓൾ ദി സ്റ്റാർസ് ആർ വെയറിംഗ് മേക്കപ്പ്. ഇപ്പോഴും ഉണ്ട് കുറെ ആൾക്കാർ ഒരു വെട്ടുകളി സംഘത്തിനെ ഇളക്കി വിടും. അവര് വന്ന് നമുക്ക് പറഞ്ഞ half of these men, they are just dumb. I mean, they don't have brains actually. So I don't even talk about them. മറ്റേ പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ തെറികളാണ് and very disrespectful manner. നിങ്ങൾക്ക് എന്റർടൈനിങ് വേയിൽ ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ then you are not a Bigg Boss material. ഈ രേണു സുധിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള അവരെ ആ ഒരു വിഡോ ലേബലിൽ തന്നെ ആളുകൾക്ക് കാണണം. അതിനപ്പുറത്തേക്ക് ഒരു ലേബിൾ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവർ എന്ത് ചെയ്താലും കുറ്റം. റിയാസ് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്നത് കണ്ടോ? അങ്ങനത്തെ വീഡിയോസ് കാണാറ്. റിയാസ് വെറുതെ എവിടെയെങ്കിലും നിൽക്കായിരിക്കും, സാധാരണക്കാരെ പോലെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടോ? I get weird DMs every single day. അന്നൊരു 5 എണ്ണം പറഞ്ഞു. A story mentioned where ഒരാള് വേറൊരാളുടെ ഫേസ് using an axe. It's a English movie scene. Okay. So adana caption, if I'm meeting Riyas Salim. Oh. I mean, yeah, I'm way It was quite triggering. You're laughing at my pain. I'm sorry. And I'm sure that boy might have been so surprised. Likewise, it was so lovely speaking to you. Really? God, really? Are of you course. confused? I mean, because it's you. I mean, I said, I mean, I didn't give interview på korchaite, and I decided to give it because of you. I mean, it's always nice to speak to somebody who's sensible, no? Somebody who's not problematic. That's right. That's right. Hey guys, this is Anusha. Welcome to Madism Digital. ഇന്ന് എൻ്റെ കൂടെയുള്ളത് റിയാസ് സലിമാണ്. ഹലോ റിയാസ്, വെൽക്കം. നമ്മൾ തമ്മിൽ മുന്നേ ചെറിയ പരിചയം ഉണ്ടോ? കുറച്ച് വർഷങ്ങളായിട്ട് പരിചയം. അപ്പോൾ റിയാസിനെ എല്ലാവർക്കും അറിയാം. റിയാസ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു, ഇപ്പം സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ്. അപ്പോൾ അത്രയും ആളുകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് റിയാസ് സലിം. പക്ഷേ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. ഐ ഗെറ്റ് ലവ് ആൻഡ് ഹേറ്റ് ഈക്വലി. അതാണ് നമ്മുടെ പ്രത്യേകത. പക്ഷേ ഈ ബിഗ് ബോസിന് മുന്നേ ഉള്ള ഒരു റിയാസിനെ എനിക്കറിയാം. ഞാൻ ആദ്യം മുതൽ റിയാസിനെ ഫോളോ ചെയ്യുന്നതാണ്. എത്രയോ കാലങ്ങളായിട്ട്. ആക്ച്വലി റിയാസ് ആ സമയത്ത് ഒരു 25 വയസ്സ് ഉള്ള ഒരു സമയത്തല്ലേ? 24. അപ്പോൾ ആ ഒരു സമയത്ത് റിയാസ് കൊല്ലത്ത് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്നു. ഈക്വലി ഓസം, എന്താ പറയുക, വളരെ ഔട്ട് സ്പോക്കൺ ആണ്, ഭയങ്കര കറേജസ് ആണ്. അപ്പോൾ ഇപ്പോൾ റിയാസിന് എല്ലാവരും ഈ ഒരു ബിഗ് ബോസിൻ്റെ ടാഗിലാണ് പറയാറുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കാര്യം മറന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോ കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് റിയാസ് സലിം ആരാണ്? ഹൂ ഇസ് റിയാസ്? Do I know who am I? You should know. I mean, Bigg Boss was like orapaitum a very great opportunity. As I said initially, kore snehom, kore veruppum aalkare kayinnu vaangichu thanna, obviously a huge platform, and ഇപ്പോൾ ലൈഫിൽ വാട്ട് എവർ ഗോയിങ് ഓൺ ഇസ് ആക്ച്വലി ലൈക്ക് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ബിഗ് ബോസ്. ബിഗ് ബോസ് നിന്ന് കിട്ടിയ ബൈ പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ വാട്ട് എവർ ഗോയിങ് ഓൺ ഇൻ മൈ ലൈഫ് റൈറ്റ് നൗ. So other than that, if you're asking like who I am, I think I'm just a person who's, you know, dealing with life, a life that's terrible, a life that's beautiful, that's extremely painful, that's quite fun at times. So all of this, and for living, I create content, I work with brands, I work with beauty and makeup brands particularly also. So yeah, I make money like that. Then yeah, I mean, I am a person who feel that I, you know, whatever way I could possibly like, you know, end a platform engane use cheyan pattum, even though potentially not fully I'm using it, but still I think my existence itself is a statement. So അതാ ഞാൻ പറഞ്ഞത് ആദ്യം. ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ നമുക്കറിയാം ഈ ചെറുക്കൻ ഇത് വേറെ ലെവലിൽ പോകുന്ന ഇത് സാധാരണ പോലത്തെ ഒരാളല്ല എന്നുള്ളൊരു കാര്യം. I'm not being kind, like നമ്മള് രണ്ടുപേർക്കും ഒരു ഉയർച്ച ഉണ്ടാവുന്നതും താഴ്ച ഉണ്ടാവുന്നതും ട്രോള് കിട്ടുന്നതും ഒരു സമയത്ത് ഒരുമിച്ച് കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയതിനു ശേഷം ഞാൻ ഭയങ്കര കോണ്ടന്റ് ആയി മാറുന്നു എന്ന് തോന്നാറുണ്ടോ? ലൈക്ക് എവിടെ പോകുമ്പോഴും
ആളുകൾ വീഡിയോ എടുക്കാനായിട്ട് പിന്നാലെ വരുന്നു. സോ ഇങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ഭയങ്കര കോണ്ടന്റായി മാറി എന്ന് തോന്നാറുണ്ട്? അതിപ്പം എനിക്കൊന്ന് ഏതൊരു മനുഷ്യനും പബ്ലിക് ഐയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മീഡിയ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഐ എം നോട്ട് കോളിംഗ് മൈസെൽഫ് എ സെലിബ്രിറ്റി ആൻഡ് ഓൾ, പക്ഷെ ഏതൊരു മനുഷ്യൻ പബ്ലിക് ഐയിലേക്ക് വന്നു കഴിഞ്ഞാലും പിന്നെ ദേ ആർ നോട്ട് ഹ്യൂമൻ ബീങ്സ്, ദേ ആർ ജസ്റ്റ് കോണ്ടന്റ്. പിന്നെ അവർ ഹ്യൂമൻ ബീങ്സ് ആണെന്നുള്ള കാര്യം മെജോറിറ്റി ആൾക്കാരും മറക്കുമെന്നാണ്. ദാറ്റ്സ് നോട്ട് ദ മീഡിയ, ഇറ്റ്സ് ദ എൻറ്റയർ പബ്ലിക്. അവരുടെ ഇമോഷൻസും അവരുടെ സാഡ്നെസ്സും അവരുടെ ലൈക്ക് ദ പീപ്പിൾ ഇൻ ദെയർ ലൈഫ്, ദ ഇമോഷൻ ഇൻ ദെയർ ലൈഫ് എല്ലാം കോണ്ടന്റ് മാത്രമേ ആവും. പക്ഷേ ഐ മീൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഡീഹ്യൂമനൈസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആസ് പബ്ലിക് ഫിഗേഴ്സ് we can also use that as a platform, like when they try to make us content, I think it's important to give them content that kind of shakes them, you know. അവർ നമ്മളെ കോണ്ടന്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അത് വെറും ഒരു കോണ്ടന്റ് അല്ല, അത്യാവശ്യം അവർ ഷേക്ക് ചെയ്യുന്ന കോണ്ടന്റ് ദാറ്റ് ഇൻ ടേംസ് ഓഫ് ദ പൊളിറ്റിക്കൽ സ്റ്റാൻസ് ദാറ്റ് യു ഹാവ്, ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് യു ടോക്ക് അബൌട്ട്, ലെറ്റ് ഇറ്റ് ബി ജെൻഡർ, സെക്ഷുവാലിറ്റി, ഫെമിനിസം, or as I said in the beginning, like, you know, like simply existing and triggering people, you know. I think I have that power, you know. I can simply exist and, you know, trigger the chemical reaction of ഭയങ്കര straight trigger male ആവും. brain. So yeah, so that's the thing. I mean, people or media will try to own you, but you own them. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഡൗട്ട് എപ്പോഴും തോന്നാറുള്ളത്, ഈ പാപ്പരാസി എന്ന് പറയുന്ന ഒരു പരിപാടി ഇപ്പം കേരളത്തിൽ ഇപ്പോൾ ഒരു കഴിഞ്ഞ 2 വർഷത്തിൽ ഭയങ്കരമായിട്ട് സജീവമാണ്. അപ്പം there are people who are thankful to paparazzi, പക്ഷെ അതേസമയം പാപ്പരാസിയെ ഭയങ്കരമായിട്ട് വെറുക്കുന്ന ഒരു സെക്ഷൻ ഓഫ് ആളുകളുണ്ട്. For sure. അപ്പം എനിക്ക് നമ്മുടെ ഒരു ഭയങ്കര പേഴ്സണൽ സ്പേസിലേക്ക് ഒരാൾ ഒരു ക്യാമറയും കൊണ്ട് വരുന്നു. അപ്പം എനിക്ക് ഇപ്പം നമ്മൾ പബ്ലിക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മുടെ വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു, നമ്മൾ അറിയാതെ എടുക്കുന്നു എന്നുള്ളതൊരു Conscious ആവും, കോൺഷ്യസ് ആവുന്ന obviously, കാര്യമാണ്. yeah. സോ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? Like for me, I mean, do I എപ്പോഴും ഞാൻ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, but there were a lot of situations where ഞാൻ completely uncomfortable ആയിട്ടുള്ള, especially they pan the camera on your face. Even കുറച്ച് ഡിസ്റ്റൻസിൽ നിൽക്കാൻ പറഞ്ഞാലും they're all coming in masses, everybody's pan the camera on your face. നല്ല uncomfortable ആയ സിറ്റുവേഷൻസ് കുറേ ഉണ്ട്. Then rather than being in that uncomfortable situation, you see, ഇപ്പം എനിക്ക് അധികം uncomfortable ആവുന്നുണ്ടോ ഇല്ലയോ എന്നതിലുപരി I see people getting uncomfortable, and that's quite uncomfortable to watch, you know. കാരണം ഇപ്പം മീഡിയയിലും പാപ്പരാസി സർക്കസ് നമ്മൾ സ്ഥിരം കാണുന്നതാണ്, ഇൻക്ലൂഡിങ് പീപ്പിൾ ഹു ആർ ഇൻ ദ ഓട്ടിസം സ്പെക്ട്രം. അവരെ വെറും സർക്കസ് ആക്കി മാറ്റുന്ന പാപ്പരാസികളും മീഡിയ ഹൗസസുമാണ് മെജോറിറ്റി ഉള്ളത്. ബിക്കോസ് we know, like, if people are like behaving out of character, that might be because of something, right? എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ഇപ്പം തന്നെ ഞാനിപ്പോൾ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ക്ലിയർലി നമുക്ക് മനസ്സിലാവുന്ന, നമുക്ക് സ്പെക്ട്രത്തിലുള്ള ആൾക്കാരാണെന്ന് തോന്നുന്ന മനുഷ്യരെ പോലും ഇഫ് ദേ ആർ ബിഹേവിങ് ഔട്ട് ഓഫ് ക്യാരക്ടർ, ദാറ്റ്സ് ബിക്കോസ് ദേ ആർ ഇൻ ദ സ്പെക്ട്രം. ദേ മൈറ്റ് ഡു തിങ്സ് ദാറ്റ്സ് നോട്ട് വെരി അപ്പീലിംഗ്. പക്ഷെ അതെല്ലാം ഷൂട്ട് ചെയ്ത് അതെല്ലാം മീഡിയയിലിട്ട് അതെല്ലാം നിങ്ങളുടെ ഓൺ ബെനിഫിറ്റിന് വേണ്ടി ആക്കി മാറ്റുന്ന റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത മീഡിയ ഹൗസ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത്. ആൻഡ് ദാറ്റ് ഇസ് എ പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് യു ആർ പാനിങ് ദ ക്യാമറ ഓൺ സംബഡി, ഇറ്റ്സ് ജസ്റ്റ് യു ആർ ട്രൈങ് ടു സെൽ എനിത്തിങ് ആൻഡ് എവറിത്തിങ്. അതിപ്പോൾ മീഡിയ എടുത്താലും ഇത് ഷോ, ഇപ്പോൾ ബിഗ് ബോസ് തന്നെ ആവട്ടെ, ബിഗ് ബോസ് പ്രോഗ്രസീവ് ഷോ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ബിഗ് ബോസ് ഒരു പ്രോഗ്രസീവ് ഷോ മാത്രമല്ല, പ്രോഗ്രസീവ് ഷോ അല്ല. ബിക്കോസ് ഇപ്പോ ഒരു ക്വീർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നത് കൊണ്ട് പ്രോഗ്രസീവ് ആവുമെന്ന് പറയുകയാണെങ്കിൽ then what is the point of you bringing homophobic people into it? അതായത് മറ്റ് കഴിവുകളോ മീഡിയ സ്പേസസിൽ വേറെ കാര്യമായിട്ട് സ്പേസോ ഇല്ലാത്ത മനുഷ്യരെ അവർ ഹോമോഫോബിക് ആയതുകൊണ്ട് മാത്രം അവർ ആക്റ്റീവായിട്ട് സൈബർ സ്പേസുകളിൽ ഹേറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം ആൻഡ് യു അല്ലെങ്കിൽ ദേ ആർ റീച്ചിങ് ഔട്ട് ടു ദം സെയിങ് ദാറ്റ് വി ആർ ഹോമോഫോബിക്, വി ഹവ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ഇയേഴ്സ്, സോ ഗിവ് us an interview. ആൻഡ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നു ഇവർ ഭയങ്കര ഹോമോഫോബിക്കും ട്രാൻസ്ഫോബിക്കുമാണ്, ഇവർ മറ്റുള്ളവരുടെ ജീവിതം ആക്റ്റീവ്ലി വെപ്പനൈസ് ചെയ്യുന്ന മനുഷ്യരാണെന്ന് തോന്നുമ്പോൾ അവരെയും ആ ഷോയിലേക്ക് വിളിക്കുകയാണ്. വൈ? ആ ഒരു ബാലൻസിംഗിൽ ഭയങ്കര അപകടമുണ്ട്. എക്സാക്ട്ലി. അത് അവര് വിളിക്കുന്നത് അവർക്ക് വേറുള്ള ഒരു കഴിവോ എന്റർടൈനിങ് ഫാക്ടറോ ഒന്നും കണ്ടിട്ടല്ല. അവര് വിളിച്ചിട്ടുള്ള ക്വീർ ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതും അവരുടെ ജീവിതം ബുദ്ധിമുട്ടാവുന്നതും അത് പുറത്ത് കോൺട്രവേഴ്സി ആവുന്നതും വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ആർ സെല്ലിംഗ് ലൈഫ്സ്, ദേ ആർ സെല്ലിംഗ് വൾണറബിലിറ്റീസ്. ദാറ്റ്സ് വാട്ട് ബിഗ് ബോസ് ഡു. Yeah, I love this show, but at the same time this is also an aspect of Bigg Boss. ഇപ്പോൾ LGBTQIA+ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് റിയാസ്. എനിക്കെപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നു, അവർക്ക് അവരുടെ ഫൈറ്റുകളെ നമ്മൾ മുന്നിലേക്ക് വെക്കുന്നു. അപ്പം
ഈ ഒരു സമയത്ത് ആൾക്കാർ എപ്പോഴും സംസാരിക്കാതെ പോകുന്നൊരു കാര്യമാണ് ഇതിനിടയിൽ തന്നെ വരുന്നൊരു എലീറ്റിസം, ഒരു കാസ്റ്റ് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മളിപ്പോൾ നമ്മൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്പർ കാസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ട്രാൻസ്ജെൻഡറിന് കിട്ടുന്ന സ്വീകാര്യത അല്ല ഒരു ദളിത് ട്രാൻസ്ജെൻഡറിന് കിട്ടുന്നത്. സോ അതിനെക്കുറിച്ച് എന്താ റിയാസിന്? അതിനെക്കുറിച്ച് elaborately what do I say? ലൈക്ക് അങ്ങനെയല്ല, അതായത് ഇപ്പോൾ ഒരു അല എന്ന നിലയിൽ അല്ലെങ്കിൽ ഇതിനു വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇത് കൂടുതലായിട്ടും നമ്മൾ പറയണം എന്ന് തോന്നുന്നുണ്ടല്ലോ. ഫോർ ഷുവർ. അതായത് ഇപ്പോൾ പല സ്പേസുകൾ എടുക്കുകയാണെങ്കിലും ആസ് യു സെഡ്, ഒരു ദളിത് ക്വയർ പേഴ്സൺ, ഒരു മുസ്ലിം ക്വയർ പേഴ്സൺ, അറ്റ് ദ സെയിം ടൈം എ വെരി റിച്ച് എലൈറ്റ് ക്വയർ പേഴ്സണ് കിട്ടുന്ന അംഗീകാരം ഇസ് ഡിഫറെൻറ്റ്. എക്സാമ്പിൾ, if I don't know what Ori identifies with. Ori Ariyamengil. He's a very, like, he's accepted by literally, he's all over the media, he's working with a lot of brands. But at the same time, there are a lot of other queer people, let's say Dalit queer people. അവർക്ക് എന്താ ഓപ്പർച്യൂണിറ്റീസ് ആണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ക്വയർ സ്പേസസിൽ തന്നെ ഉള്ള അത്യാവശ്യം ലൈക്ക് ഇൻ ടേംസ് ഓഫ് ലൈക്ക് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ if they have like a, if they wear Gucci perfume and do this shit, do that shit and all of that, they're being accepted by everybody. In all the friends groups, they're like that one gay boy who's very stylish, who want like, they all want a gay friend like that. At the same time, if that gay person talk about things that shake other people, then it's not the case. Classum മാത്രമല്ല, if they're being outspoken about things that make other people uncomfortable, that's still a problem. So ഈ ആദില നൂറ ഈ വർഷത്തെ ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് ഇപ്പൊ പറഞ്ഞപ്പോ ആദില നൂറയുടെ കാര്യമാണ് ബിക്കോസ് ആദില നൂറ എന്ന് പറയുമ്പോഴത്തേക്ക് അവരൊരു ഏർബൻ, ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫാഷനബിൾ ആയിട്ടുള്ള കുട്ടികൾ, ലൈക്ക് പീപ്പിൾ കോൾ ദം ബട്ടർഫ്ലൈസ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു സപ്പോർട്ട്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് ആ സപ്പോർട്ട് കിട്ടുന്നത് ആദിലയ്ക്ക് നൂറയ്ക്കാണ്, അത് ലെസ്ബിയൻ കമ്മ്യൂണിറ്റിക്കെല്ലാം തോന്നിയിട്ടുണ്ട്. അതില് quite at times അതും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. They both are like amazing. I love them. They are like both two gems. They are butterflies. It's so cute to watch them together നേരിട്ടും. But as you said, ആദിലയും നൂറയും അത്യാവശ്യം പ്രിറ്റി ആയിട്ടുള്ള, ലൈക്ക് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, I think they work in Infosys. I don't know. I'm not sure. Yeah. സോ അത്യാവശ്യം നല്ല ജോലിയുള്ള ആൾക്കാരായതുകൊണ്ട് ഓക്കെ, ഇറ്റ്സ് നൈസ് ടു വാച്ച് ദം, ഇറ്റ്സ് നോർമൽ. ദേ ആർ കംപ്ലീറ്റ്ലി നോട്ട് ബീങ്, അവർ കുറേ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കുന്നില്ല, ദേ ആർ നോട്ട് ബീങ് വിയേർഡ്. അതായത് ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ കംഫർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഹോമോസെക്ഷുവാലിറ്റി ഇവിടെയുള്ള ആൾക്കാർക്ക് ഓക്കെ ആണ്. ലൈക്ക് ദ വേ വി സേ, ഇപ്പം മാസ്കുലിൻ ആയിട്ടുള്ള ലെസ്ബിയൻ വുമനും ഫെമിനൻ ആയിട്ടുള്ള ഒരു ഗേ മാനും എന്തായിരിക്കും ഡിഫറൻസ്? മാസ്കുലിൻ ആയിട്ടുള്ള ലെസ്ബിയൻ വുമൻ ആർ ബീങ് accepted because they are very masculine. Masculinity is something that everybody would love to embrace because masculinity is the superiority. പക്ഷേ അതേ സമയത്ത് ഒരു ഫെമിനൻ ആയിട്ടുള്ള ഗേ മാൻ ആണെങ്കിൽ he's being ridiculed everywhere because he's feminine. Femininity is weird. Femininity is inferior. So that is also one part of the, a class you said. Exactly. So in this case also, ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടുന്ന സപ്പോർട്ട് is entirely, it's clearly LGBTQ communityക്ക് ഫുൾ കിട്ടുന്ന സപ്പോർട്ട് അല്ല. But I'm really glad that, അവർക്ക് finally for the first time in media, queer people are given representation, even though their life is being weaponized. But I'm glad to see a lot of like ഇതുവരെ queer ആൾക്കാരെ കാണാത്ത കപ്പിൾസിനെ കാണാത്ത ആൾക്കാർ കണ്ടിട്ട് they saying that it's nice എന്ന് പറയുന്നത്, it's very nice. പക്ഷേ ഈ കാണുന്ന ആൾക്കാർ മനസ്സിലാവും, ഇഫ് നിങ്ങൾക്ക് ആദിലിനെയും നൂറയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയും ഇല്ലാതെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ഒരു ട്രാൻസ് വുമനെയും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. That's the thing. You can't say that a woman just റോഡിന് സൈഡിൽ നിൽക്കുന്ന ട്രാൻസ് വുമൻ is weird but ആദില നൂറ is so cute. You can't say that. That's weird. That is problematic. അപ്പം നിങ്ങളെ സ്വയം ക്വസ്റ്റ്യൻ ചെയ്യണം, ആക്ച്വലി നിങ്ങളുടെ മൊറാലിറ്റി എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ നേരത്തെ ഞാൻ റിയാസ് പറഞ്ഞില്ലേ, റിയാസിന് വളരെ എളുപ്പം ആളുകളെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും, അതാ ഞാൻ നേരത്തെ റിയാസ് ആലയാണോ എന്നുള്ള കാര്യം ചോദിച്ചത്. കാര്യം ആണുങ്ങൾ പൊതുവെ മേക്കപ്പ് ഇടുന്നത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അറ്റ്ലീസ്റ്റ് ആ ആണൊരു ഗേ ആയിരിക്കണം. ഗേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബൈസെക്ഷലെങ്കിലും ആയിരിക്കണം. എന്നാലേ അവർ മേക്കപ്പ് ഇടാൻ പറ്റൂ. അതല്ലാതെ ആണുങ്ങൾ മേക്കപ്പ് ഇടുക, എസ്പെഷ്യലി ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടുക, ബ്ലഷ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ Yeah, ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ yeah, പറ്റുന്നില്ല. yeah. പക്ഷെ റിയാസ്, യു ഐഡന്റിഫൈ ആസ് എ മാൻ ആൻഡ് I do identify as a man. യു ഐഡന്റിഫൈ ആസ് എ മാൻ, Yeah, യു വെയർ മേക്കപ്പ് yeah, I ആൻഡ് wear സോ makeup. എനിക്ക് തോന്നിയിട്ടുണ്ട് അതാണ് ആളുകളെ ഭയങ്കരമായിട്ട് Trigger ട്രിഗർ ചെയ്യുന്നത്. ചെയ്യുന്നത്. Yeah. അതിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? I personally feel, let it be clothing ആവട്ടെ, മേക്കപ്പ് ആവട്ടെ, you don't need to gender it. ഇതൊന്നും ജെൻഡേർഡ് അല്ല. ഇതിന് നിങ്ങൾ ജെൻഡർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇസ് നോട്ട് മൈ പ്രോബ്ലം. ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് ഔട്ട്ഫിറ്റ്സ് ആർ ലൈക്ക് മെയ്ഡ് ഫോർ, നിങ്ങൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള സൊസൈറ്റീൻ്റെ കൊറിയോഗ്രാഫി അനുസരിച്ചിട്ട് ഈ ഡ്രസ്സ് സ്ത്രീകൾക്ക്, ഈ ഡ്രസ്സ് പുരുഷന്മാർക്ക്, മേക്കപ്പ് ഇസ് ഫോർ വുമൻ, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് മേക്കപ്പ് ആവാം പക്ഷേ ഇത്രയും മേക്കപ്പ് ആവാനേ പാടുള്ളൂ. ഓൾ ദ സ്റ്റാർസ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യുന്ന ഓൾ ദി സ്റ്റാർസ് ആർ വെയറിങ് മേക്കപ്പ്, പക്ഷെ അവർ ഇത്രയും മേക്കപ്പാ ചെയ്യുന്നത്, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഫോർ യു. പക്ഷെ ഞാൻ ഇത്രയും മേക്കപ്പാ ചെയ്യുന്നത്, ദാറ്റ്സ് നോട്ട് ഓക്കെ ഫോർ യു. ഫോർ മീ this is part of my freedom. I love this. I identify as a man, and like ഞാൻ മരിക്കുന്നത് വരെ I'm going to identify as a man because I am proud to be a man, even though there are a lot of problems. Like generally other than ഇവിടുത്തെ പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് പുരുഷനായിട്ട് ഇരിക്കുന്നതിൽ കുറച്ച് നാണക്കേട് തോന്നണം എന്നല്ലാതെ I love being a man. Okay? ഇന്റർവ്യൂ പുറത്ത് വരുമ്പോൾ സോ ഐ തിങ്ക് അതിൽ ഞാൻ പക്ഷേ നിങ്ങളുടെ ടൈപ്പുകൾ അനുസരിച്ചിട്ട് ജീവിക്കാൻ ഞാൻ റെഡിയല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഐ എം ഏർണിംഗ് മൈ ഓൺ മണി ആൻഡ് ഫോർ മീ ലൈക്ക് മൈ സെൽഫ് എക്സ്പ്രഷൻ ഇസ് പാർട്ട് ഓഫ് മൈ ഫ്രീഡം. ആൻഡ് അത് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ദർ ഇസ് നോ വേ ദറ്റ് യു ഗോണ ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട്. യു ഹാവ് എൻ ഒപ്പീനിയൻ അബൌട്ട് ഇറ്റ്, ബട്ട് ഹാവ് യുവർ ഓൺ. ലൈക്ക് ആ ഒപ്പീനിയൻ നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ. യു ക്യാൻ കീപ് ബാർക്കിംഗ് അബൌട്ട് മൈ മേക്കപ്പ് ഓർ ഹൗ ഐ എക്സ്പ്രസ് മൈ സെൽഫ്. പക്ഷെ അതെന്നെ ഷേക്ക് ചെയ്യാൻ പോകുന്നില്ല. ട്രിഗർ ആവുന്ന ആൾക്കാർ വരുമ്പോൾ ഈ ആളുകളെ ഇളക്കി വിടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഒരു സമയത്ത് ഇപ്പോഴും ഉണ്ട് കുറേ ആൾക്കാർ ഒരു വെട്ടുകളി സംഘത്തിനെ അങ്ങ് ഇളക്കി വിടും. അവര് വന്ന് നമുക്ക് But if we പറഞ്ഞ half of these men, they are just dumb. So that's they're done also, like they're dumb. I mean, they don't have brains actually. So I don't even talk about them. But then പക്ഷേ actively I feel weird when people who have voices, like people who actually like കുറേ മനുഷ്യന്മാർ കേൾക്കുന്ന പുരുഷന്മാർ when they just stand and say problematic things, that's when I feel weird. You know, ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഓഡിയൻസ് ഉണ്ടായിരുന്നു. അവർ ആക്റ്റീവ്ലി അത് വെപ്പനൈസ് ചെയ്യുകയും ചെയ്തു. അത് ആക്റ്റീവ്ലി പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഈവൻ ഇവരുടെയൊക്കെ ഏറ്റവും ഓഡിയൻസ് പോലും കുഞ്ഞുങ്ങളായിരുന്നു. അല്ലെങ്കിൽ ഈ 15 വയസ്സുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാത്ത കുട്ടികളായിരുന്നു അവരുടെ ഓഡിയൻസും. സോ അവർക്ക് കറക്റ്റ് ഫീഡ് ചെയ്ത് അവർക്കൊരു ഓഡിയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി they did a lot of things and it worked for them. പക്ഷേ എനിക്ക് ആക്റ്റീവ്ലി ഇപ്പോഴും ഐ ഫീൽ വിയേർഡ് വെൻ പീപ്പിൾ ഹു ഹാവ് എ സ്ട്രോങ് വോയിസ്, പീപ്പിൾ ഹു ടോക്ക് അബൌട്ട് പൊളിറ്റിക്സ്, people who have an active audience, who have like ഇച്ചിരി smartness but confused about their morals. You know, ഞാൻ ഇങ്ങോട്ട് ചാടണോ, like I don't know where exactly I'm standing in life എന്ന് തോന്നുന്ന ആൾക്കാരെ അവർ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് കാണുമ്പോൾ it feels weird because I personally know it's affecting a lot of people's life. അത് കുറേ മനുഷ്യന്മാർക്ക് പേഴ്സണലി ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അവരുടെ ഓൺലൈൻ ഹേറ്റ് റിയൽ ലൈഫ് ഹേറ്റിലായിട്ട് ആയി മാറുന്നുണ്ട്. People might be like, committing suicide because of that. അല്ലെങ്കിൽ people might be having panic attacks because of that. അല്ലെങ്കിൽ people might be getting attacked on streets because of that. That is problematic. That's weird. Example, people like Akhil Marar, a man who think that he's very secure, but I feel that the most insecure man I've ever seen in my life. At the same time, like very much double standard. അത് ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ വീട്ടിൽ കയറ്റരുതെന്ന് പറയുന്നത് തെറ്റാണ്. അറ്റ് ദ സെയിം ടൈം വേറെ വീഡിയോയിൽ നിന്ന് പറയും ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വന്തം പാരൻസ് പോലും വീട്ടിൽ കയറ്റുന്നില്ല, അപ്പൊ എന്റെ വീട്ടിലും കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയണമായിരുന്നു. Then that person misgender me. Then they call a man a woman thinking that's an insult because he have never been with real women. I'm sure he might have like 1 or 2 women in his life who might not understand what actually means womanhood, because probably they might have submitted to men like this. So അങ്ങനെയുള്ള ആൾക്കാർ they constantly like അവരുടെ ഓഡിയൻസിനെ വളരെ I'm sure like people who are smart and empathetic and educated might not be on this people's side. കാരണം ഇവർക്ക് മനസ്സിലായി ഇവർ ചെയ്യുന്നതും പറയുന്നതും കാര്യങ്ങളുടെ എഫക്റ്റ് എങ്ങനെയാണ്
ആക്ച്വൽ റിയൽ ലൈഫിലേക്ക് വരുന്നതെന്ന് എക്സാമ്പിൾ നമ്മൾ ആക്റ്റീവ് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോയിട്ട് വി ആർ സെയിങ് ഇങ്ങനെയുള്ള ആൾക്കാരെ നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ദാറ്റ് ഇമാജിൻ അബൌട്ട് എ കിഡ് സിറ്റിംഗ് ഇൻ ദെയർ ഹോം ലൈക്ക് പാരൻസുമായിട്ട് ഇരുന്ന് ടി വി കാണുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റ് കൺസ്യൂം ചെയ്യണം ദർ ഓൾറെഡി ഫീലിംഗ് സോ മച്ച് പെയിൻ ഇൻസൈഡ് റിഗാർഡിംഗ് ദെയർ ജെൻഡർ ഓർ സെക്ഷുവാലിറ്റി ഹൗ മച്ച് ദേ ആർ ഫീലിംഗ് വിയർഡ് അബൌട്ട് ദംസെൽഫ് people hate themselves at this age, right? When just they grow up, they're understanding ബാക്കിയുള്ള ആൾക്കാരുടെ ചുറ്റിന് പോലും അല്ല ഞാൻ ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ then I have to fit in somehow എന്ന് ആലോചിക്കുമ്പോൾ തന്നെ the self hatred start there. Then somehow they are trying to come out of this. പക്ഷേ വീട്ടിൽ ഒരുമിച്ചിരുന്ന് they are consuming these kind of content. Imagine how difficult that would be. True. So, and these people don't care how problematic that is. And how problematic that കേരളത്തിൽ like ഇങ്ങനെയുള്ള ഷോകളുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ കാണുന്ന കോണ്ടന്റിന്റെയോ മെജോറിറ്റി ഓഡിയൻസ് യു ഫീൽ ആർ വിത്ത് ദം ഈവൻ ദോ ദാറ്റ്സ് എൻറ്റയർലി നോട്ട് ദ ട്രൂത്ത്. ഹേറ്റ് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യും കോമന്റ് സെക്ഷനിൽ, ബട്ട് പോസിറ്റിവിറ്റി ഓൾവേസ് ഡോണ്ട് റിഫ്ലക്ട്. ദർ ആർ എ ലോട്ട് ഓഫ് അമേസിംഗ് പീപ്പിൾ ഹു ആർ എംപത്തറ്റിക്, ഹു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്, ഹു ആർ സ്മാർട്ട് ആൻഡ് എഡ്യൂക്കേറ്റ്. ബട്ട് എഡ്യൂക്കേഷൻ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ബട്ട് യാ, so I really hope people understand, especially people who have like ഇങ്ങനെയുള്ള റെസ്പോൺസിബിൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാനും ലൈക്ക് അവരുടെ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കണം. ഐ റിയലി ഹോപ്പ് ദേ ലേൺ somehow. ഇതുപോലെയുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ഉയർച്ച താഴ്ചയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോബിൻ രാധാകൃഷ്ണൻ, പുള്ളിക്ക് ഭയങ്കര ഒരു ഉയർച്ചയുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ആളുടെ ഫാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സോറി അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ആളുടെ പൊടി പോലും ഇല്ല ഇപ്പോൾ കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന പോലെ. ഇപ്പം ആള് ഒട്ടും ചിലപ്പോൾ ആളുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ആയിട്ട് മാറിയതായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഉയർച്ച താഴ്ചകൾ റിയാസ് കാണുന്നുണ്ടല്ലോ ആളുകളുടെ? അപ്പൊ അതിനെങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ലൈക്ക് എനിക്ക് റോബിനെ ഒന്നും പിന്നെ അത്ര ഞാൻ റോബിന്റെ പേര് അധികം ഇവിടെ എടുക്കാതെ എനിക്ക് റോബിനൊക്കെ അന്ന് ഐ ഫെൽറ്റ് ഹീസ് പ്രോബ്ലമാറ്റിക് എന്നല്ലാതെ ഐ ഫീൽ he's not that very smart person who's ichiri avada vida problematic, the next door guy. So I really don't care about what he does. I don't think he's actively like affecting people's life. Bigg Boss ന്റെ winning material എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാറ്റഗറി ഓഫ് പുരുഷൻ ഒബ്വിയസ്ലി അങ്ങനെയുള്ള പുരുഷന്മാരാണല്ലോ ഇപ്പൊ എല്ലാ വർഷവും നമ്മളിപ്പം ഇനിഷ്യലി മുതൽ എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് ഓൾവേസ് ദ പ്രോബ്ലമാറ്റിക് മാൻ. കാരണം പ്രോബ്ലമാറ്റിക് ആയാലേ കേരളത്തിൽ ജീവിക്കുന്ന മെജോറിറ്റി ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും ട്രിഗർ ആവുന്ന കാര്യമാണ്, പക്ഷെ കേരളത്തിൽ ജീവിക്കുന്ന കുറെ മെജോറിറ്റി ഓഫ് ഈ ഓഡിയൻസും പ്രോബ്ലമാറ്റിക് ആൾക്കാർ തന്നെയാണ്. ബിക്കോസ് ആൻഡ് മേജർലി വൈ ബിക്കോസ് കേരളം ഇസ് ലൈക്ക് എന്താ കേരളം ഭയങ്കര ഇറ്റ്സ് നോട്ട് ലൈക്ക് എ റിച്ച് ഇറ്റ്സ് നോട്ട് എ റിച്ച് സ്റ്റേറ്റ്. ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും ലോട്ട് ഓഫ് പോർ പീപ്പിൾ അല്ലെങ്കിൽ നമ്മൾ നോർമൽ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. സോ മിഡിൽ ക്ലാസ്സിൽ പല ആൾക്കാരും ഫ്രീഡം ടേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. യുനോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇപ്പൊ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയല്ലല്ലോ കേരളത്തിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്. സോ ഫ്രീഡം ടേസ്റ്റ് ചെയ്യാത്ത മനുഷ്യർക്ക് ഫ്രീഡമോടെ ജീവിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ ഉള്ളിൽ ഉണ്ടാവുന്ന ജലസി ഇസ് സംതിങ് that's extremely weird. അത് അവർക്ക് അടക്കി വെക്കാനും പറ്റത്തില്ല. So what they do, they support people who are problematic. അല്ലെങ്കിൽ ഫ്രീഡത്തോടെ ജീവിക്കുന്ന കാണുന്ന മനുഷ്യരുടെ പീപ്പിൾ ഹൂ ഹാവ് ദെയർ ഓൺ ചോയ്സസ് അങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതം ഡിഫിക്കൾട്ട് ആക്കാൻ വേണ്ടിയിട്ട് they will try. And all these people, especially people who spread hate, have so much hatred and everybody's pretending. Everybody, because I'm sure all these people are in like terrible marriages. They might be cheating on their wives, or their wives might be cheating on them, or they might have kids that they don't want. I mean, in terms of they might not like ഇപ്പൊ കുട്ടികൾ വേണ്ടാന്ന് വിചാരിച്ച് കുട്ടികളായി പോകുന്ന ആൾക്കാർ, then എല്ലാവരും they are all sucked into a life that's been choreographed by the society. ഈ സമയത്ത് എനിക്ക് കല്യാണം കഴിക്കണം, ഈ സമയത്ത് എനിക്ക് കുട്ടികൾ വേണം, then I might have like few horrible friends and I like don't have a life after that. എനിക്ക് അതിന് പുറത്ത് വേറൊരു ജീവിതമില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ who hates their life so much actively try to make other people's life difficult because that's only their coping mechanism. And all I have to say is heal. Go to therapy. Yeah. ഈ തെറപ്പി റിയാസിന് എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്? I mean, ഞാൻ അധികം തെറപ്പിന് ഇരുന്നിട്ടില്ല. I think my life experience itself a therapy for me. So
I think I'm just giving therapy to myself. എന്താ ശരിക്കും ഈ ഞാൻ ഷോ കാണാത്ത ഒരാളാ ബിഗ് Yeah, ബോസ്. yeah. അപ്പോൾ Good for you, maybe. അതുകൊണ്ടല്ല എനിക്ക് ഭയങ്കര സ്ക്രീമിങ് എനിക്ക് പറ്റില്ല. Yeah. എനിക്ക് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. But I love screaming ആ though. അതെ, എനിക്ക് അത് പറ്റത്തില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഷോ കാണാറില്ല. എന്താ ശരിക്കും ഒരു വിന്നിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ബിഗ് ബോസിൽ ആരായിരിക്കണം? അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇത് നമ്മൾ പറഞ്ഞു. ആളെന്നല്ല, ഐഡിയലി ആരായിരിക്കണമെന്ന്. ബിഗ് ബോസ് ഇസ് എ പേഴ്സണാലിറ്റി ഷോ. ബിഗ് ബോസ് ഇസ് എ റിയാലിറ്റി TV ഷോ, എ റിയാലിറ്റി ഗെയിം ഷോ. പക്ഷെ ഇപ്പൊ മെജോറിറ്റി ആൾക്കാരും ഇപ്പോ ബിഗ് ബോസിൽ വരുന്ന കണ്ടസ്റ്റൻസിന്റെയും ട്രെൻഡ് ബിഗ് ബോസ് ഇസ് എ ഗെയിം ഷോ. സോ ദേ ഹാവ് ടു ബി ഇൻ എ പെർട്ടിക്കുലർ വേ എന്ന് പറഞ്ഞ് ഫുള്ളി സ്ട്രാറ്റജൈസ് ചെയ്ത് വേറൊരു പേഴ്സോൺ, അവരുടെ അല്ലാത്തൊരു പേഴ്സോൺ ഉണ്ടാക്കി വന്ന് ഇന്റൻഷനലി അടി ഉണ്ടാക്കി. ബിക്കോസ് ഞാൻ 2 സീസണിൽ ഞാനിപ്പോൾ ഗസ്റ്റ് ആയിട്ട് പോയതുകൊണ്ട് മൈ സീസൺ, ഐ എം നോട്ട് സെയിങ് ദറ്റ് മൈ സീസൺ വാസ് ഗ്രേറ്റ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, but everybody say my season was one of the best season because my season one of the realest season. Because most of the I'm not talking about myself, അതിലുള്ള കുറേ കണ്ടസ്റ്റൻസും റിയൽ പേഴ്സണാലിറ്റി, സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു. ഇറ്റ്സ് നോട്ട് ലൈക്ക് മീഡിയോക്കർ പേഴ്സണാലിറ്റി അല്ല. പക്ഷെ വെൻ യു ചൂസ് പീപ്പിൾ ഹൂ ആർ ലൈക്ക് ഇച്ചിരി മീഡിയോക്കർ പേഴ്സണാലിറ്റി ഇൻ ടു ദ ഷോ, ദേ ഹാവ് ടു ഫേക്ക് പേഴ്സണാലിറ്റി. ദേ ആക്റ്റീവ്ലി ട്രൈ ടു മേക്ക് ഫൈറ്റ്സ്, ദേ ആക്റ്റീവ്ലി ട്രൈ ടു മേക്ക് കോണ്ടന്റ്, ആൻഡ് ദാറ്റ്സ് വിയേർഡ്. സോ ഐ ഫീൽ പേഴ്സണലി നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ഉള്ള, അറ്റ് ദ സെയിം ടൈം പ്രോബ്ലമാറ്റിക് അല്ലാത്ത, ഫെയിം എങ്ങനെ റെസ്പോൺസിബിലിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ്. ഇറ്റ്സ് ഓൾസോ എൻ എന്റർടൈൻമെന്റ് ഷോ. മെജോറിറ്റി ഓഫ് പീപ്പിൾ പിന്നെ എന്താ ബിഗ് ബോസ് കാണുന്നത് ഹ്യൂമൻ നേച്ചർ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എന്റർടൈൻമെന്റിന് വേണ്ടി കാണുന്നതാണ്. സോ ആക്റ്റീവ്ലി നല്ല വൃത്തിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാവുന്ന, അറ്റ് ദ സെയിം ടൈം ഞാൻ ഇപ്പോഴൊക്കെ കയറിയ സമയത്ത്, ഞാൻ ഇപ്പോൾ ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് ലാംഗ്വേജ് ദേ ആർ യൂസിങ്. എൻ്റെ സീസണിലൊക്കെ എഫ് വേർഡ് വാസ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് വേർഡ് ബിക്കോസ് ഐ ഗോട്ട് ബാഷ്ഡ് ബൈ ലാലേട്ടൻ സോ ബാഡ്ലി ഫോർ യൂസിങ് എഫ് വേർഡ്. പക്ഷേ ഈ സീസണിലും ഇതിനു മുമ്പുള്ള സീസണിലും നമ്മൾ ഈ പേരെടുത്ത് പറയുന്ന പ്രോബ്ലമാറ്റിക് പുരുഷന്മാരൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ തെറികളാണ്, ആൻഡ് വെരി ഡിസ്റെസ്പെക്ട്ഫുൾ മാനർ. സോ ഫൈറ്റ്, നിങ്ങൾക്ക് എന്റർടൈനിങ് വേയിൽ ഫൈറ്റ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ then you are not a Big Boss material. Yeah, Big Boss, I always say Big Boss is entertain, educate, make an impact. പക്ഷെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ that's good enough, and that shouldn't be problematic also. Then you are a Big Boss material. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്. റാപ്പിഡ് ഫയർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് തോന്നുന്നില്ല റാപ്പിഡ് ഫയർ പോലെ ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഒറ്റയടിക്ക് one word ഉത്തരം വരുത്തതുമില്ല. I'm sorry. നന്നായി, എനിക്ക് തോന്നി, അത് കാരണം കൊണ്ട് ഞാനത് കുറച്ച് ചോദിക്കാം. ഓക്കെ, വാട്ട്സ് ദ വിയർഡസ്റ്റ് DM അല്ലെങ്കിൽ ഒരു മെസ്സേജ് ദാറ്റ് യു ഹാവ് എവർ റിസീവ്ഡ്? ഭയങ്കര വിയർഡ്. Darling, I get weird DMs every single day. അന്നൊരു 5 എണ്ണം പറഞ്ഞു. No, 5 മാർക്കിന് ഇത്ര. Weird is scary. Like what exactly? Like you like. One day I woke up to it's not a DM, ഒരു സ്റ്റോറി മെൻഷൻ ആയിരുന്നു. A story mention where ഒരാള് വേറൊരാളുടെ ഫേസ് using an axe. It's a English movie scene. Okay. So അതിന്റെ caption, if I'm meeting Riyas Salim. Oh. I mean, yeah, I'm way. It was quite triggering. You're laughing at my pain. I'm sorry. No, you don't have to. It's okay. I mean, I said that in a funny way, probably. So that's the kind of things I get when I open my DM. But at the same time, I get a lot of beautiful long paragraphs of message every single day. I mean, that's the reason I feel that, you know, I'm hated at the same time I'm loved. So ഭയങ്കര ഇമോഷണൽ ആക്കിയിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കമന്റ് എന്താ? Emotional ആക്കിയിട്ടുള്ള comment. I mean, I get very, especially people who are dealing through stuff, people who say that they are in the weird, like they're in the verge of suicide and all of that. A lot of people reach out to me. Oh, okay. A lot of people reach out to me saying that they are in the verge of suicide, but looking at you give me confidence. You know, just consuming your content, adappa political onnu alla, just people say that looking at me give them confidence to live their life. It always makes me emotional. Okay. So yeah, ഈ നമുക്ക് പല ടൈപ്പ് ഓഫ് ഹേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓരോ കാറ്റഗറി ഓഫ് ഹേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഓഫ് ഹേറ്റേഴ്സിനെ എന്നേക്കുമായി ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്ത് കൈൻഡ് ഓഫ് ഹേറ്റേഴ്സ് ആയിരിക്കും? I don't block people usually. You don't? No, I don't. I want them to see me living and thriving, and okay. feel so they should feel so weird about their own lives. Okay. So I don't block people. Okay. So what's one belief you've changed your mind about in the last 5 years?
One thing, not one thing, many things. I mean, most of the things. I think we are constantly in the path of, Unlearning. yeah, unlearning and relearning. So a lot of things. Or number. Or in, I think I was so perfect back then, probably. I haven't unlearned anything. Unlearn, relearn ചെയ്ത കാര്യം. Okay, അത് ഞാൻ ഇപ്പോഴും റീലേൺ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. Something my friends constantly criticize me about. ഈ problem, especially I'm in the media space, I know who are the problematic people, and I very actively hesitate to share spaces with them. Okay. അവരുണ്ടെന്നറിയാവുന്ന സാധനങ്ങൾ എനിക്കത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് അറിയാമെങ്കിലും എനിക്ക് കരിയർ ഓപ്ഷൻസിന് അല്ലെങ്കിൽ ചില ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാൻ, ബിക്കോസ് ദേ മൈറ്റ് ബി വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബീങ് കണക്റ്റഡ് വിത്ത് മീ. പക്ഷെ എനിക്കറിയാം ദേ ആർ പ്രോബ്ലമാറ്റിക് ഓർ ദേ ആർ ഫ്രണ്ട്സ് വിത്ത് പ്രോബ്ലമാറ്റിക് പീപ്പിൾ, വിച്ച് ഇസ് സംതിങ് ദാറ്റ് ഐ കാൺട്ട് ഹാൻഡിൽ വിത്ത്. എനിക്ക് ചിലപ്പോൾ അത് കാരണം നല്ല ആക്റ്റീവ് കോൺടാക്ട്സ് കിട്ടാം. ഐ ക്യാൻ ഗെറ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. So my friends constantly say that you're going to constantly deal with people that you're going to disagree. But if you want to live your life, probably you have to deal a little bit with those people. And I'm not still in terms with that. But probably, I don't know where I'm at that. ഒരു കാര്യമാണത്. അത് ഞാനും Probably you can change people also by engaging with them. But still, it's not your duty. Yeah, that's the thing. It's not our duty to change other people constantly, but still a lot of people are living this life in a very, I think we're all living life at a very, what do you say, life is not easy, Yeah, I know. like namali problematic ആണെന്ന് പറയുന്ന മനുഷ്യന്മാർക്കും life is not easy. Probably they'll be dealing with a lot of stuff. Still, that's not excuse for their shitty behavior, but still probably a direction of light. If it can change them, good. ഇപ്പം okay, if your younger self could see you now, what would surprise them the most? That I'm grown into this beautiful, nonchalant, I don't give a fuck person. Because that's the thing. Like, when you are a child... And that's not an easy thing. Yeah, that's not it. When you're a child, you see that you are, you're different from others. Then it's a constant, dance of trying to fit in. A constant dance of trying to fit in somehow. അതിപ്പോൾ ഫാമിലിയിലാവട്ടെ, ഫാമിലിയിൽ കോൺസ്റ്റന്റ്ലി അവിടെ ഇവിടെ നിന്ന് കോമൻറ്റ് പറയുന്ന ആൾക്കാരാവട്ടെ, ഫ്രണ്ട്ഷിപ്സ് ആവട്ടെ, ടീച്ചേഴ്സ് ആവട്ടെ, I want to be liked by everyone. I feel that I might be hated by everyone. So, like, from that space to right now being here sitting with you and saying that I don't give a fuck about what other people think about me. And I'm sure that boy might have been so surprised. Okay. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു റൗണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനി സീരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിനെ പറ്റി പറഞ്ഞു. അപ്പം നമ്മൾ ബിഗ് ബോസിനെ പറ്റി കുറേ സംസാരിക്കുന്നില്ല, നമ്മൾ അതുമായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. ചില കണ്ടസ്റ്റൻസ് ഉണ്ട്, അവർ ഒരു അത്ര ഫാൻസി ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലവർ, ഒരു ഗ്ലാമറസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്ത കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരെപ്പോഴും ഒരു സൈഡ് ലൈനൊക്കെ മാറ്റി നിർത്തുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ട്. ഇപ്പോൾ രേണു സുധി, അവർ പറയുമ്പോൾ അവരത്ര ഫാഷനബിൾ അല്ല, അല്ലെങ്കിൽ അവർ അത്ര പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ അത്ര കൊമേഴ്ഷ്യലൈസ്ഡ് അല്ലാത്ത ചില ഷോർട്ട് ഫിലിംസിൽ അവർ അഭിനയിക്കുന്നു. അങ്ങനത്തെ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് അവർക്ക് കിട്ടുന്നൊരു വല്ലാത്ത ഹെയ്റ്റ് ഉണ്ട്. അതായത് അവർക്ക് ഇത്രയൊന്നും പാടില്ല, ഇത്രയൊക്കെ ചെയ്താൽ മതി, നിങ്ങൾ ഇതിലും വലുതാവണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ പോവണ്ട, അവിടെ വേറെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ആൾക്കാരുടെ. റിയാസ് അപ്പം അവർക്ക് വേണ്ടിയും കൂടെ എന്താണ് സംസാരിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ റിയാസിന് തോന്നിയിട്ടുള്ളത്? Yeah, probably. Yeah. I mean, in terms of Bigg Boss പറയാണെങ്കിൽ രേണു സുധി was an active. So I don't think ബിഗ് ബോസിൽ പോയതിനു ശേഷം പുള്ളിക്കാരിക്ക് അങ്ങനെ പെർട്ടിക്കുലർ ഹേറ്റ് കിട്ടിയിട്ടുണ്ടാവില്ലെന്ന്. ബട്ട് ഐ എം ഷുവർ ഓൾ ദ ഹേറ്റ് ഷീ ഈസ് റിസീവിങ് ഇപ്പോൾ മീഡിയയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന എൻറ്റയർ ഹേറ്റേഴ്സ് ഒബ്വിയസ്ലി ബിക്കോസ് ഒരു ഡിവോഴ്സി ആയിട്ടുള്ള സ്ത്രീ സ്വന്തം ചോയ്സ് ലൈഫ് ജീവിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം, ഫ്രീഡം ഇല്ലാത്ത മനുഷ്യർക്ക് ഫ്രീഡം ഉള്ള ആൾക്കാർ ജീവിക്കുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉൾക്കുത്ത്. That's a word. I don't know what do I say. So I'm sure that's it. I mean, if you're a divorcee,
ലൈക്ക് ഇഫ് യു ആർ ഔട്ട് ദർ Stay at എസ്പെഷ്യലി home. അത് ഞാൻ പറഞ്ഞത്, ഈ പബ്ലിക് ഐയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യർ പബ്ലിക് ഐയിൽ, എസ്പെഷ്യലി ആസ് യു സെഡ് ക്ലാസ്സും കൂടി നമ്മൾ എടുക്കുമ്പോൾ ഫിനാൻഷ്യലി തീരെ സൗണ്ട് ഇല്ലാത്ത ഒരാൾ മീഡിയയിൽ എപ്പോഴും നിങ്ങൾക്ക് കാണേണ്ടി വരുന്നത് കൊണ്ട് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നു. ഡോണ്ട് കൺസ്യൂം ദാറ്റ് കോണ്ടന്റ്. നോ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു കൺസ്യൂം സംതിങ്, but what do? You actively choose to consume those content and you spread hatredness because you feel better about yourself when you're When you spreading spread hate. hatred. Yeah. So yeah. ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് എസ്പെഷ്യലി എനിക്ക് ഈ രേണു സുദ്ധിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ള അവരെ ആ ഒരു വിഡോ ലേബലിൽ തന്നെ ആളുകൾക്ക് കാണണം. അതിനപ്പുറത്തേക്ക് ഒരു ലേബൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അവർ എന്ത് ചെയ്താലും കുറ്റം. ഈ ചില വീഡിയോസ് ഇപ്പം ഞാൻ നേരത്തെ ആ പാപ്പരച്ചിയുടെ കാര്യം ചോദിച്ചപ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചതാ. ഞാനൊരു വീഡിയോ കണ്ടതാണ്, എന്താ റിയാസിൻ്റെ തന്നെയാന്ന് തോന്നുന്നു. റിയാസ് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്നത് കണ്ടോ? അങ്ങനത്തെ വീഡിയോസ് കാണാറ്. റിയാസ് വെറുതെ എവിടെയെങ്കിലും നിൽക്കായിരിക്കും, സാധാരണക്കാരെ പോലെ റോഡ് സൈഡിൽ നിൽക്കുന്നത് കണ്ടോ? അങ്ങനത്തെ വീഡിയോസ് കാണാറുണ്ടോ? Obviously. I mean, everything. Captions are funny. Funny. ബിക്കോസ് അവർക്ക് മാക്സിമം എൻഗേജ്മെന്റ് എങ്ങനെ ഉണ്ടാക്കണം, അതേ രീതിയിൽ ഏതൊക്കെ രീതിയിൽ തെറി വാങ്ങിപ്പിച്ച് തരാമെന്നുള്ള രീതിയിൽ ക്യാപ്ഷൻ. റിയാസ് സാധാരണക്കാരനെ പോലെ ഇവിടെ ഇരിക്കുന്നത് കണ്ട് ഞാൻ അത് ക്യാപ്ഷനായിട്ട് കൊടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ റിയാസ് ഒരു വീട് വെച്ചു റിയാസിന് വേണ്ടി. റിയാസിൻ്റെ ഒരു ഹോം, എന്താണ്, എല്ലാം റിയാസിന്റെ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നിട്ടൊരു ഒരു വീട് വെച്ചു. പക്ഷെ എന്നാലും എല്ലാം കൊണ്ടുവന്നിട്ടില്ല, ഒരു 15% ക്രിയേറ്റിവിറ്റി. അപ്പോൾ എന്താ വീടെന്ന് പറയുന്നത്? എന്താ നമ്മൾ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സ്ഥലമാണോ? നമുക്ക് ജഡ്ജ്മെന്റ്സ് ഇല്ലാത്ത സ്ഥലമാണോ? എന്താണ് റിയാസിന്റെ ഭാവനയിലെ വീട്? ലാസ്റ്റ് ഇയർ ഐ ബിൽഡ് എ ഹോം. ലൈക്ക് ഐ വാസ് നോട്ട് റെഡി ടു ബിൽഡ് എ ഹോം. പക്ഷെ ഞാൻ വെച്ച വീടെന്ന് ഞാൻ പറയില്ല. എൻ്റെ ഫാമിലീൻ്റെ ഫുള്ള് കഷ്ടപ്പാടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്, എൻ്റെ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും. സോ ലൈക്ക് പെട്ടെന്ന് ഒരു ചെറിയ സമയത്തിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വി ജസ്റ്റ് മേഡ് എ പ്രിറ്റി ഹോം. ആൻഡ് ഐ എം വെരി മച്ച് ഹാപ്പി ഫോർ ദാറ്റ് ബിക്കോസ് ലൈക്ക് വെൻ ഐ എം ലുക്കിംഗ് ബാക്ക്, like we lived in rented house forever. So finally having a home felt safe. So angana. So that's the thing. Yeah. You're coming back to your question. Yeah, വീട് എന്താവണം എന്നുള്ളത്. വീട് എന്താവണം, ലൈക്ക് നോ മാറ്റർ. ഇത് ഇപ്പം എന്നെ കുറിച്ച് പറയല്ല. ലൈക്ക് നമ്മളിപ്പം എത്ര പേഴ്സണലി, ഞാൻ അതാ പേഴ്സണലി പറയല്ല, പക്ഷെ നമ്മൾ എത്ര നല്ല വീട് വെച്ചാലും വലിയ വീട് വെച്ചാലും പ്രിറ്റി വീട് വെച്ചാലും, ലൈക്ക് വാട്ട് മേക്സ് ഹോം, ലൈക്ക് ഇറ്റ്സ് ദ പീപ്പിൾ ലിവിങ് ഇൻ ഇറ്റ്. ലൈക്ക് ഒരു വീടെന്ന് പറയുന്നത് ആ വീട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് എപ്പോഴും ആക്റ്റീവ്ലി വരുന്ന മനുഷ്യരാണ്. അതായത് നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മൾ കോൺസ്റ്റന്റ്ലി എൻഗേജ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീട് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. സോ അതിനുള്ളിൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ then what's the point of having a home? That's the point of those furnitures and those walls and everything. It makes no point. That's the thing. Especially like ഒരു കുടുംബത്തിൽ പാരന്റിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്ത പാരൻസ് ആണ്, അല്ലെങ്കിൽ ഇഫ് പാരൻസ് ആർ ലൈക്ക് പീപ്പിൾ ഹു ആർ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും പറയും പാരൻസ് എല്ലാം മാതാപിതാക്കളല്ലേ, അടിപൊളിയല്ലേ. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു സമൂഹമാണിതെന്ന് നമുക്കറിയാം. അപ്പോൾ ഉറപ്പായിട്ടും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പാരൻസും ഉണ്ടാവും. അപ്പോൾ പ്രോബ്ലമാറ്റിക് ഉള്ള പാരൻസിൻ്റെ കയ്യിൽ നിന്ന് ചൈൽഡ്ഹുഡിൽ വെൻ ദേ ആർ നോട്ട് റെഡി ടു റിസീവ് ദ കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ദാറ്റ് യുനോ കിട്ടുന്ന, ഹൗ വിയേർഡ് എ ലോട്ട് ഓഫ് ആൾക്കാരുടെ ചൈൽഡ്ഹുഡ്. സോ അവിടെ വീടിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, യുനോ, ബിക്കോസ് എ ലോട്ട് ഓഫ് പാരൻസ് പുട്ട് ദംസെൽസ് ഫസ്റ്റ് ഇൻ ടേംസ് ഓഫ് എമോഷൻസ്. അതായത് ഒരു കുഞ്ഞിൻ്റെ വേദന ഫസ്റ്റ് അവരുടെ വേദന ആയിരിക്കും എന്ന് പറയുമ്പോൾ ആ വേദന, അവരുടെ കുഞ്ഞിൻ്റെ വേദന എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ പഠിപ്പിക്കുകയും വേണ്ട, ബീയിങ് ദെയർ ഫോർ ദം, അവർക്ക് ആ വേദനയിൽ എങ്ങനെ കൂടെ നിൽക്കണം എന്നതിന് പകരം, oh my god, it's my pain. So it's because you are dealing with that pain. ആ പെയിൻ ഡീൽ ചെയ്യാൻ കാരണം നീയാണ്. സോ ആ പെയിൻ ഉണ്ടാക്കിയിട്ടുള്ളതും നീ ആയിരിക്കും. ഇമാജിൻ like a different child, a child who's non-conforming to their gender or sexuality. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചു, അതിന് എക്സാമ്പിൾ എടുത്ത് പറയാം. സെക്ഷുവാലിറ്റി ഡിഫറൻസ് ഉള്ള ഒരു ചൈൽഡ്, ഓക്കെ, ആൻഡ് അവരുടെ ആൻഡ് ദേ ആർ ഡീലിംഗ് വിത്ത് സോ മച്ച് പെയിൻ. അപ്പോൾ ഒരു സെക്ഷുവാലിറ്റി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചൈൽഡിന്, ഡിഫറെൻ്റ് അല്ല സെക്ഷുവാലിറ്റി, ലൈക്ക്
ഒരു ഹെട്രോസെക്ഷൽ അല്ലാത്ത ചൈൽഡ്, അങ്ങനെ പറയട്ടെ, ഹെട്രോസെക്ഷൽ ആയിട്ട് അല്ലാത്ത ഒരു ചൈൽഡ് ഡീൽ ചെയ്യുന്ന പ്രോബ്ലംസ്, a lot of problems they'll have to deal, no, in the society, because society is not nice to them. So they're dealing with that life. ആ ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജീവിതമാണ് ഫോർ ഷുവർ. ഓക്കെ, പക്ഷെ അവിടെ ആ പാരന്റ് എടുക്കാണ്, ഓ മൈ ചൈൽഡ് ഇസ് ഡീലിംഗ് വിത്ത് സോ മച്ച് സ്റ്റഫ്, ആൻഡ് വൈ ഹി ഹാസ് ടു ഡീൽ വിത്ത് ദാറ്റ്? ബിക്കോസ് ഹി ഈസ് ഗേ, ബിക്കോസ് ഈസ് ലെസ്ബിയൻ. അതുകൊണ്ടാണ് they have to deal. So change it. It's my pain. Look at the world is trashing you. Like indirectly the world is trashing me. ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഈ ജീവിതം ജീവിക്കേണ്ടി വരുന്നത്? Like, what is the point of being a parent? That's the thing. If നിങ്ങൾക്ക് ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്പയറിങ് ഹോമോസെക്ഷുവാലിറ്റി ടു ഓട്ടിസം, പക്ഷേ ഹോമോസെക്ഷൽ ആയിട്ടുള്ള, ഓട്ടിസം ഉള്ള, പല രീതിയിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന്, എക്സാക്ട്ലി, നിറം കുറഞ്ഞ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവേണ്ടെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കരുത്. പ്ലീസ് ഡോണ്ട് ബി എ പാരന്റ് ഇഫ് യു ആർ നോട്ട് റെഡി ടു ആക്ച്വലി റെസ്പോൺസിബിൾ ആയിട്ടൊരു കുഞ്ഞിനെ വളർത്താൻ നിങ്ങൾ എക്വിപ്ഡ് അല്ലെങ്കിൽ ഫസ്റ്റ് സോർട്ട് യുവർ ഷിറ്റ് ഔട്ട്, ബി എ ഗുഡ് പേഴ്സൺ, ദെൻ ബി എ പാരന്റ്. ഇതിപ്പോൾ പഴയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് ദേ ആർ ഓൾറെഡി എ പാരന്റ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ടൂൾസ് വെച്ചിട്ട്, ബിക്കോസ് ലൈക്ക് ഇൻഫർമേഷൻസ് ആർ ജസ്റ്റ് അവൈലബിൾ. നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാലും എങ്ങനെ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യണം, ഇഫ് യു ആർ നോട്ട് എക്വിഡ്, ഐ എം ഷുവർ യു ആർ നോട്ട്. ബിക്കോസ് നമ്മൾ പറയുന്ന ഇവർക്ക് ഈസിലി ഇതൊക്കെ, ഐ എം ഷുവർ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ഫോർ പാരന്റ് ഓൾസോ. നമ്മൾ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാലും, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ലൈഫ് ഫ്രീഡത്തോടെ ജീവിക്കുന്ന ഒരു സ്ത്രീൻ്റെ പാരന്റിന് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ ഇസ് ഓൾസോ റിയൽ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മൾക്ക് അത് കംപ്ലീറ്റ്ലി ഇൻവാലിഡ് ആണെന്ന് പറയാനും പറ്റത്തില്ല. കാരണം നമ്മൾ പറയുന്ന മെമ്മറി നമുക്കുള്ള 25, 26, 28 ഇയേഴ്സ് ഓൾഡ്, നമ്മുടെ വയസ്സ് അതാണല്ലോ. അപ്പം നമ്മൾ ആ മെമ്മറിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ മായ്ച്ചു കളയാൻ നോക്കുന്നത് 55-60 വർഷമായിട്ടുള്ള ആൾക്കാരുടെ മെമ്മറിയാണ്. ആൻഡ് ദേ ആർ ട്രൈങ് ടു ഇൻസ്റ്റാൾ സംതിങ് ദാറ്റ്സ് വെരി ന്യൂ ടു ദം. സോ ഐ എം ഷുവർ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദം. അത് അവർക്ക് ഈസി അല്ല എന്നുള്ളത് ഉറപ്പാണ്. എസ്പെഷ്യലി ദ സൊസൈറ്റി കണ്ടീഷൻ ദം ടു ബിലീവ് ഷിറ്റ് ഇസ് ട്രൂ. അവര് മനസ്സിൽ ആലോചിച്ച് വച്ചിരിക്കുന്ന റൂൾസ് ആണ് ശരി എന്ന് വിചാരിക്കുന്ന, അതിന് അപ്പുറമുള്ള എന്തും, എസ്പെഷ്യലി വിത്ത് റിലിജൻ, മതങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ ടെററൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിനൊക്കെ പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യു ആർ ഇൻ എ ലൂപ്പ് ഓഫ് ഷിറ്റ്. യു ആർ ആക്റ്റീവ്ലി, നിങ്ങൾക്ക് ഈ കിട്ടുന്ന സൊസൈറ്റൽ കണ്ടീഷനിങ്ങും നിങ്ങളുടെ റിലീജിയൻ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങളിലെ മെജോറിറ്റി സാധനങ്ങളും മറ്റുള്ള മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണെന്നും ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള പുരുഷന്മാരുണ്ടാക്കിയതാണ് ഇതൊന്നും മനസ്സിലാക്കി അതിൽ നിന്ന് ഫ്രീഡത്തോടെ ബാക്കിയുള്ള മനുഷ്യന്മാർക്ക്, സ്ത്രീകൾക്കാവട്ടെ ക്വീർ മനുഷ്യർക്കാവട്ടെ, ജീവിക്കാനുള്ള അർഹത ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനുള്ള ടൂള് എക്വിപ്പ് ചെയ്യേണ്ട നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ മക്കളുടെ ജോലിയല്ല നിങ്ങളെ നല്ല മനുഷ്യരാക്കി. ദേ ഹാവ് ടു ലിവ് എ ലൈഫ്. അവരുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇയേഴ്സിൽ അവർക്ക് ഒരു ജീവിതം ജീവിക്കേണ്ട സമയത്ത് നിങ്ങളെ എൻറ്റയർലി പഠിപ്പിക്കലല്ല പണി. കുറച്ച് പഠിപ്പിച്ച് മനസ്സിലാവുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെയും പറയാം. ബട്ട് സം പാരൻസ് ആർ സോ അഡമന്റ് അബൌട്ട് ദെയർ തോട്ട്സ്, അബൌട്ട് ദെയർ റിലിജൻ, ഹൗ സൊസൈറ്റി പെർസീവ് ഓഫ് ദം. ഇതൊന്നും മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇതൊന്നും നിങ്ങളുടെ കുട്ടികളുടെ ജോലിയല്ല. അവർ ജീവിക്കേണ്ട, അവരെത്രയോ ബ്യൂട്ടിഫുള്ളും ഫ്രീഡം വെച്ച് ജീവിക്കേണ്ട ലൈഫ് that they are feeling so horrible because of you, and that's not a home. True. നിങ്ങളുടെ പാരൻസ് ഉണ്ടാക്കിയ പൈസ, നിങ്ങൾ ഉണ്ടാക്കിയ ഫർണിച്ചർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹോം, that's not a home for them. Okay. Please make a home in the rightest way, if that's a word. അപ്പോൾ എനിക്ക് ആക്ച്വലി റിയാസിൻ്റെ അടുത്ത് എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കാം, നമുക്ക് മണിക്കൂറുകൾ സംസാരിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് ടൈം അധികമില്ല. പക്ഷേ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് വളരെ ചെറിയ രീതിക്കൊരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബിലിരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് 9,000 റുപ്പീസാണ് ഒരു മാസം ഏൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അത് എനിക്ക് എപ്പോഴും ഭയങ്കര ഓർമ്മ. അതായത് ഞാനിങ്ങനെ പറയുന്നു, ഭയങ്കര സ്ട്രെസ്സാണ്, പണിയെടുത്തിട്ട് മടുത്ത്, എന്നിട്ട് ഈ നക്കാപ്പിച്ചാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ റിയാസിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നിനക്ക് അറ്റ്ലീസ്റ്റ് ഒരു ജോലി ഉണ്ട്, നിനക്കൊരു വരുമാന മാർഗ്ഗമുണ്ട്, നിനക്ക് നിൻ്റേതാ എന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതിൽ നീ പ്രൗഡാവണം എന്ന് എൻ്റെ അടുത്ത് റിയാസ് പറയാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോ പ്രൗഡ് ഓഫ് യു. ബിക്കോസ് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ യു ക്യാൻ അഫോർഡ് തിങ്സ്, യുനോ. ഞാൻ റിയാസിൻ്റെ ചില പോസ്റ്റുകൾ കാണാൻ നൗ ഐ ക്യാൻ അഫോർഡ് ഡിന്നർ ഫോർ മൈ പാരൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് തോന്നുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത്? ഗ്രേറ്റ്ഫുൾ. അതുകൊണ്ടാണ് ഞാൻ ഇനിഷ്യലി ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഐ തിങ്ക്
the love that the people out there gave me has so much to do with whatever I'm doing today and earning money. Because and that always feels special, you know, especially അതായത് മനുഷ്യരുടെ സ്നേഹം കൊണ്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുക ആൻഡ് ആ ക്യാഷ് കൊണ്ട് കുറച്ച് ബെറ്റർ ലൈഫ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം നോട്ട് പാർട്ട് ഓഫ് ദ മണി ഐ എം മേക്കിംഗ് എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്, ബട്ട് സ്റ്റിൽ it's the love coming on my way. I am so much grateful for that. And yeah, looking back, like not having much money, it's not like I have too much money right now. പക്ഷേ obviously നമ്മള് I am trying to live my life with a little contentment, okay? I am unsatisfied with a lot of things in my life. ഞാൻ എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങളിൽ unsatisfied ആണ്, especially in terms of the money I'm making too. പക്ഷേ when you look back, അതാണല്ലോ അതിൻ്റെ പോയിന്റ്. വെൻ യു ലുക്ക് ബാക്ക് ആൻഡ് നൗ യു സീ യുവർ സെൽഫ്, സോ മച്ച് തിങ്സ് ഹവ് ചേഞ്ച്ഡ്. ലൈക്ക് യു ക്യാൻ ഡു സോ മച്ച്, യു ക്യാൻ ഹാവ് ലൈക്ക് ദാറ്റ്സ് എ തിങ്. എനിക്ക് ഇതിൽ മേജർലി തോന്നിയിട്ടുള്ള മെയിൻ കാര്യവും ഇത് തന്നെയാണ്. വെൻ മണി കംസ് ടു യുവർ ലൈഫ്, നോ, വെൻ യു അട്രാക്ട് മണി, you attract the right kind of people into your life too. When you don't have money, you're stuck in a situation avade aaga korcha aalkare undavatullu. You don't have option to like identify who are the good people, who are your people and all of that. Money gives you freedom. You know, money gives you freedom to get out to the world and find your people. So eniki in terms of money, that's one thing I'm so grateful about, that I have a bunch of beautiful people in my life. ആൻഡ് ദാറ്റ്സ് പ്രോബബ്ലി ഈ ഓപ്പർച്യൂണിറ്റിയും മണിയും ഒക്കെ തന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള കുറച്ച്, വളരെ കുറച്ച് ആൾക്കാരെന്നുള്ളത്. ആൻഡ് ഓൾസോ ലൈക്ക് ആസ് യു സെഡ്, കുറേ കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ മനുഷ്യർക്ക്, എൻ്റെ പാരൻസിന് കുറച്ച് സേഫ് സ്പേസ് കൊടുക്കാൻ പറ്റുന്നത്, ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റുന്നത്, giving a little comfort to myself is all something that I'm so proud of myself and I'm so grateful about also. Thank you so much. Thank you so much for your time. Likewise, it was so lovely speaking to you. Really? Really? Are Of you course. confused? I mean, because it's you. I mean, I said, I mean, I didn't give interview per korchaita, and I decided to give it because of you. I mean, it's always nice to speak to somebody who's sensible, no? Somebody who's not problematic. That's right. That's right. Okay, thank you so much. Thank അപ്പോൾ you നമുക്കിനി so വീണ്ടും കാണാം. For sure.